ഇന്നലെ കഴിഞ്ഞാലാണെന്ന് തോന്നുന്നു, എന്തായിരുന്നു പണിമുടക്കായിരുന്നു. വെളിയിലൊന്നും പോകാൻ പാടില്ലായതുകൊണ്ട് ഞാൻ മുറിയിലായിരുന്നു. അപ്പോൾ ടി വി വെച്ച് സംഭവമൊക്കെ കാണാനായി ന്യൂസ് കഴിക്കാനൊക്കെ വെച്ചു. മുഴുവൻ സമയം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ വൈസ് ചാൻസലറിൻ്റെ മുറിയിലേക്ക് തള്ളിക്കയറുന്ന ഒരു ന്യൂസ്, വേറെ ന്യൂസ് അവിടെ കാട്ടുന്നതായ, എൻ്റെ ഭാഷയിൽ പറഞ്ഞു പോകുന്നു, കോപ്രായങ്ങളെന്ന് മാത്രം. അത് സ്ത്രീ പുരുഷ അല്ലെങ്കിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഞാനവിടെ ഇരുന്ന് മനസ്സ് വളരെ ദുഃഖിച്ചു. വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഒരു ഭ്രാന്താലയത്തിലാണല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ മകൻ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി നല്ല ജോലി നേടി അവനും കുടുംബത്തിനും എനിക്കും എല്ലാം നല്ല ഭാവി ഉണ്ടാകുമെന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങളെ കോളേജിലേക്കോ സ്കൂളിലേക്കോ നയിക്കുന്ന മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടോ, ഇത് കാണുമ്പോൾ അവർക്ക് എന്ത് തോന്നുന്നു എന്ന് ഒരു വിഷമം എൻ്റെ മനസ്സിൽ തോന്നി. വിദ്യാഭ്യാസ ലോകത്തിന് വെളിച്ചമല്ല ആവശ്യം, അവർക്കിന്ന് വേറെ പലതും നമ്മൾ കോരിക്കൊടുക്കേണ്ട സാഹചര്യമാണ്. കാരണം ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ മേഖല അക്രമത്തിൻ്റെ മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശരിയായ ഒരു അവലോകനം ഇന്ത്യത്തെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നടത്തേണ്ടത് ആവശ്യമാണ്. ലക്ഷ്യബോധം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളാണോ നമ്മൾ പഠിപ്പിച്ചു വിടുന്നത്? സ്വയബോധം നഷ്ടപ്പെട്ട് അമ്മയും അപ്പനെയും തിരിച്ചറിയാൻ പാടില്ലാത്ത അവരെ കേവലം ഒരു ചെറിയ ഡോസ് ലഹരി മരുന്നിന് വേണ്ടി കഴിച്ച് കഴുത്ത് ജനിച്ചു കൊല്ലാൻ മടിയില്ലാത്ത മക്കളെയാണോ നമ്മുടെ വിദ്യാഭ്യാസം വെളിച്ചുകൊണ്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് എന്നൊക്കെ നമ്മൾ ഉണർന്ന് ചിന്തിക്കണം. അവരെല്ലാം ഈ സമൂഹത്തിലെ അംഗങ്ങളാണ്, ഒറ്റപ്പെട്ട വ്യക്തികളാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. അവരെല്ലാം നമ്മുടെ മക്കളാണ്, അല്ലെങ്കിൽ സഹോദരങ്ങളാണ്, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പഠിച്ച് വന്നിട്ടുള്ളവരാണ്. എന്തുകൊണ്ട് അവർക്ക് വിവേകം നഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് അവർക്ക് നാശോന്മുഖ സംസ്കാരത്തിലേക്ക് അവർ പോകുന്നു? സൃഷ്ടിപരമായിരിക്കുന്ന സംസ്കാരമാണ് വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത്. പിന്നെ നാശോന്മുഖ സംസ്കാരത്തിലേക്ക് അത് മാറിപ്പോകുന്നു. സംസ്കാര വൈകൃതം എന്നേ പറയാൻ പറ്റും. വൈകൃതത്തിലേക്ക് അത് മാറിപ്പോകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ ഒന്നും രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നെന്ന് നമുക്ക് കാണാൻ കഴിയും. രാഷ്ട്ര പുരോഗതിയല്ല, സ്വയം പുരോഗതി മാത്രമേ ലക്ഷ്യമാക്കുന്നു. സ്വയം സന്തോഷം, അവനവൻ്റെ സന്തോഷം. രാഷ്ട്രം ഏത് തരത്തിൽ പോയാലും അവർക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് കഷ്ടപ്പെട്ട് ഈ സാധാരണ മനുഷ്യൻ്റെ നികുതി കൊണ്ട് പടുത്തുയർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിൻ്റെ മതിലുകളുമെല്ലാം അതിൻ്റെ ഉദ്ദേശത്തിൽ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ. ഇവിടെ എന്താണ് വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതുക്കം വരാനിരിക്കുന്നത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുതിയ അവരുടെ നിലനിൽപ്പിന് വേണ്ടി നേതാക്കന്മാരായിരിക്കുന്നവർ
വിദ്യാർത്ഥികളാകുന്ന കൊച്ചു കുരങ്ങുകളെ കൊണ്ട് ചൂടിയോടി ഒഴിവിരിക്കുകയാണ്. അവരപ്പുറത്ത് സുഖമായിരിക്കുക, അവർക്കാർക്കും ഒരു ദോഷമില്ല. ഈ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുന്നത് ആർക്കും അതിനെക്കുറിച്ച് ചിന്തയില്ല. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നല്ലതാണെന്ന് പറയുന്ന നേതാക്കളാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് വളരെയധികം ഖേദകരമാണ്. പക്ഷേ എനിക്കവിടെല്ലാം ചിന്തിക്കാറുണ്ട്, ആ നേതാക്കന്മാരും അങ്ങനെയുള്ള ആളുകളും പറയുമ്പോഴും പോകുന്നു, അവരും ഇന്നത്തെ വിദ്യാർത്ഥികളും ഒക്കെ ഈ തരത്തിൽ നാശോന്മുഖമായിരിക്കുന്ന ഒരു അവസ്ഥ സമൂഹത്തിന് സൃഷ്ടിച്ചെടുക്കുന്ന ആ രീതിയിൽ നിന്ന് മാറുവാൻ വിദ്യാഭ്യാസ രംഗത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കെന്താണ് ഈ സമയത്ത് ഈ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാശോന്മുഖമായ ഒരു രീതിയിൽ നിന്ന് രാഷ്ട്രനിർമ്മിതിയിലേക്ക് അവരെ മാറ്റിക്കൊണ്ടുവരുവാൻ, അവരെ ഈ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ശരിയായിരുന്ന സ്വയ പരിശോധനയും അവലോകനവും നടത്തി വിദ്യാഭ്യാസ രംഗം നമുക്ക് മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. നാശത്തിലേക്ക് പോകുന്ന സമൂഹത്തെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എളുപ്പമുള്ള കാര്യമല്ല. നന്മയിൽ പോകുന്ന ഒരു സമൂഹത്തെ നാശത്തിലേക്ക് പോകാൻ